വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ മഴയൊക്കെ ആയിട്ട് വെള്ളം കയറിയിട്ട് കുറേ പേർക്ക് കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്ഥലത്തൊക്കെ വെള്ളം കയറിയെന്ന് മനസ്സിലായി. ഇതിപ്പോൾ ഞങ്ങൾ ആദ്യം വെള്ളം കയറിനേക്കാളും മുന്നേ പോത്തിനെ വിട്ട സ്ഥലമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാടങ്ങളിലൊക്കെ വെള്ളം കയറി. നമ്മുടെ ഫാമിൻ്റെ അടുത്തിട്ട് ഉള്ള പാടമാണിത്. ഇവിടെയൊക്കെ നന്നായി വെള്ളം കയറി. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്താണ് പിന്നെ കൊണ്ടുപോയത്. ഇതാ ഈ പാടാണ് പിന്നെ ഇങ്ങനെയായി വെള്ളം കയറിയിട്ട് ഇവിടെ ആകെ ഞങ്ങൾക്ക് അതിലെ പോത്തിനെ ഇറക്കിയിട്ട് റോട്ടിൽ കയറ്റാൻ പറ്റാണ്ടൊക്കെ ആയി. 2 ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. പിന്നെ അതൊക്കെ കടന്നുപോയി. ഇവിടെയൊക്കെ നന്നായി വെള്ളം കയറി. അപ്പോൾ കുറേ പേർക്കൊക്കെ വീടുകളിലും ഒക്കെ കുറേ വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ അറിയാം. നമ്മളെല്ലാം തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലോഡ് വന്നപ്പം 2 ലോഡ് അടുപ്പിച്ചാണ് വന്നത്. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു ലോഡ് എത്തി. അപ്പം ഞാൻ എല്ലാവരും വിളിച്ച് ഓർഡറൊക്കെ തന്നപ്പോൾ പെട്ടെന്ന് ലോഡ് അവിടെ നിന്ന് ആന്ധ്രയിൽ നിന്ന് കയറ്റി വിടുകയും ചെയ്തു, ഇവിടെ എത്തുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഭയങ്കര ബഹളമായി. ആൾക്കാരും കൂടി ഇങ്ങനെ കുറേ പേര് വാങ്ങിച്ചില്ല, കുറേ പേര് വാങ്ങിക്കാത്തവർ കുറേ പേര് വെറുതെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കുള്ള ആവശ്യക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസത്തിൻ്റെ പിന്നാലെ നിന്നിട്ട് ഞാനും ആകെ വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ മൂന്നാഴ്ചയായിട്ട് വീഡിയോ ഇട്ടില്ല, ലോഡും ഇറക്കിയിട്ടില്ല. ഇപ്പം UP നിന്നാണ് നമുക്ക് കുട്ടികൾ വരുന്നത്. വെള്ളിയാഴ്ച രാത്രി UP നിന്ന് ഇപ്പോൾ പോന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി ഇവിടെ എത്തും. അപ്പോൾ ശനി ഞായർ നമ്മൾ പ്രാവശ്യം UP കുട്ടികളാണ് സെയിൽ ചെയ്യണത്. ആദ്യമായിട്ടാണ് നമ്മൾ UP നിന്ന് എടുക്കുന്നത്. എത്ര നാൾ ആന്ധ്രയിൽ നിന്നാണ് എടുക്കേണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് 20,000 തൊട്ടുള്ള കുട്ടികളാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. ഈ കുട്ടികളൊക്കെ ആന്ധ്രയിലെത്തിയാണ്. ഇതൊക്കെ നമ്മൾ അടുത്ത കൊല്ലം പെരുന്നാളിന് കൊടുക്കാമെന്ന് വെച്ച് നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ UP നിന്ന് ഇറക്കണത് 20,000 തൊട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല. UP-യിലത്തെ കുട്ടികളൊക്കെ നല്ല ഹൈറ്റ് വയ്ക്കിട നല്ല വളർച്ച വരുന്ന ടൈപ്പാണല്ലോ. ഏറ്റവും വളർച്ച ഹരിയാന UP ആണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്നാണ് എടുത്തേക്കണത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ 20,000 തൊട്ടാണ് വരുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ഇനി വരുമ്പോഴാണ് നമുക്കറിയുള്ളൂ. വെള്ളിയാഴ്ച രാത്രി എത്തും. അപ്പോൾ ശനിയും ഞായറും നമ്മൾ സെയിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം ശനിയാഴ്ച മിക്കവാറും സെയിൽ ഉണ്ടാവില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പാടത്തൊക്കെ വിട്ടിട്ട് ഞങ്ങൾ പോത്തുംകുട്ടികൾ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് പേര് നമുക്കിപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട്, കുറേ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ വീഡിയോ കൂടി ചെയ്യണം. ഇനി അവർ വന്നതിന് ശേഷം, ലോഡ് വെള്ളിയാഴ്ച വന്നതിന് ശേഷം ഞാൻ അവരും കൂടി വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം തന്നെ 2 ആഴ്ചയോളമായി അവിടെ നിന്ന് UP-യിൽ അവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്താനായിട്ട് ഇപ്പം 2 ആഴ്ചയോളമായി. അപ്പം അതുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം എത്തുക. അപ്പോൾ ഇതിപ്പോൾ നല്ല കുട്ടികളാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസത്തിൽ 2 ലോഡ് വെച്ചിട്ട് ഇനി എടുക്കണുള്ളൂ. കൂടുതലെടുത്ത് നമുക്കും പറ്റില്ല, വയ്യാതാവണു. അപ്പോൾ ഇത് നല്ല കുട്ടികളാണെന്ന് തോന്നിയാൽ നമ്മൾ പിന്നെ സ്ഥിരം UP-യിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുക. UP-യിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഇനി മേടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കണത്. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്രാവശ്യം 3 ലോഡാണ് ഈ അടുത്ത് വിറ്റത്. 60, 120, 180 എണ്ണമാണ് നമ്മൾ വിറ്റത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എല്ലാവരും കുറേ പേരൊക്കെ ആയിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അവർ പറഞ്ഞു നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല, നല്ല ഉഷാറാണ്, പുല്ലുതിന്. ചിലവർ ഇപ്പോൾ പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട് കുറേ പേര് പറഞ്ഞു ചെറിയ കുട്ടികളെടുത്തിട്ട് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നിന്ന് ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, വാങ്ങിച്ചു പോയവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ പറയണത് വയറിളകണു, ക്ഷീണമുണ്ട് എന്നൊക്കെ പറയണവർക്ക് നമ്മൾ പറയും തൊട്ടടുത്ത മൃഗാശുപത്രി. നമ്മളൊരു കുട്ടീനെ നോക്കണ പോലെ തന്നെയല്ല, ഇവരും ചെറിയ കുട്ടികളല്ലേ. ഞാനിവിടെ അടുത്ത് മൃഗാശുപത്രി ഉണ്ട്. എന്ത് വന്നാലും എപ്പോഴും ഞാൻ ഡോക്ടറെ അടുത്ത് മൃഗാശുപത്രിയിൽ പോയിട്ട് ഇത്രയും പോത്തുങ്ങളുണ്ടെങ്കിലും ഞാൻ അവർക്ക് ഒരാൾക്കൊരു ചെറിയ മുറിവോ ചെറിയ അസുഖം വന്നാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് വിവരം പറയും. കാണിക്കേണ്ടതാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഇതുവരെ അങ്ങനെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും 180 കുട്ടികളെ ഞാൻ ഈ കൊടുത്തതിൽ 4 പേരാണ് നമുക്ക് ക്ഷീണമെന്ന് പറഞ്ഞതും പുല്ല് തിന്നുണ്ട്. അവർ നല്ല അവരൊക്കെ പറഞ്ഞവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. അവർ പറഞ്ഞ ഇങ്ങനെ ചെറിയത് അവർക്ക് ടെൻഷനായിട്ടാണ് ഇത്ര രൂപ കൊടുത്ത് മേടിച്ചതല്ലേ. അപ്പം ഞാൻ ഈ 4 പേർക്കും ഞാനാണ് ഇവിടെ ഡോക്ടറിനെ കണ്ടതും മരുന്ന് വാങ്ങിച്ച് കൊറിയർ ചെയ്ത് കൊടുത്തതും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വിര ഗുളിക ഞങ്ങൾ കൊടുക്കാത്തവരാണെന്ന് വെച്ചാൽ അവരോട് കൊടുക്കാൻ പറയാറുണ്ട്. പിന്നെ വിര ഗുളിക കഴിച്ചതിൻ്റെ പുറമെ ചിലവർ പുല്ല് തിന്നുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വയറ് വീർക്കണ ഒരു ഇത് ഒരാൾ പറഞ്ഞു. അത് അവർക്ക് വിര ഗുളിക കൊടുത്താലും വയറ്റിൽ നിന്ന് പോവാത്ത ചില പുഴുക്കളുണ്ട്. അത് പോകാനുള്ള ഗുളിക നമുക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരും.
അത് നമ്മൾ മേടിച്ച് കൊടുത്ത ആ പ്രശ്നം തീർന്നു. പിന്നെ അവർ ഉഷാറായി. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കാണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് തൊട്ടടുത്ത് എല്ലാവരും മൃഗാശുപത്രിയൊക്കെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് പറയുക. അതല്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞ് ആര് ഇപ്പം എൻ്റെ നിന്ന് പോത്തുകളെ വാങ്ങിച്ചാൽ ആര് വിളിച്ച് പറഞ്ഞാൽ അവർക്ക് പണിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയണവർക്കൊക്കെ ഞാനിവിടെ വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ച് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെക്കാറുണ്ട്, വന്ന് മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ എൻ്റെ ഇത് വാങ്ങിച്ചു എന്ന് വെച്ചാൽ അതോടുകൂടി ഞാൻ ആ കൈ ഒഴിഞ്ഞ് അങ്ങനെ വിടാറില്ല. എനിക്ക് 500 പോത്ത് 1000 പോത്ത് വിൽക്കണതിലെല്ലാം സന്തോഷം. ഞാൻ വിറ്റ പോത്തും കുട്ടികളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് മറ്റുള്ളവരിൽ ഉണ്ടാവണം. അവർ പൈസ തന്നു എൻ്റെ നിന്ന് വാങ്ങിച്ചത്, അതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയവരായാലും എന്നെ വിളിച്ച് പറയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ആഴ്ചയിൽ 4 തവണയും ഹോസ്പിറ്റലിൽ പോയിട്ട് ടോണിക്ക് അങ്ങനെ വിര ഗുളിക അത് ഇതും ഒക്കെ പറഞ്ഞ് എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകണ ആൾ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നല്ല ഡോക്ടർമാരാണ് ഇവിടെ, വലിയ ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളത്, മൃഗാശുപത്രി. നല്ല ഡോക്ടർമാരാണ് ഇവിടുത്തെ. എനിക്ക് ടോണിക്കുകൾ തരാറുണ്ട്, എല്ലാവർക്കും വിര ഗുളിക തരാറുണ്ട്. ഇവിടെ ആടുകുട്ടികളുണ്ട്, അപ്പോൾ ആടുകുട്ടികൾക്ക് പിന്നെ പട്ടിക്കുട്ടിയുണ്ട്, എല്ലാത്തിനും ഞാൻ വിവരം പറയാം. ഇടയ്ക്കിടയ്ക്ക് പോവും. പിന്നെ പോത്തും കുട്ടികൾക്ക് വലിയ പോത്തുകൾക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോണതാണ്. അപ്പോൾ വാങ്ങിച്ച് കൊണ്ടുപോയവരെന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഞാൻ പറയണത്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ഇപ്പോൾ വയറ്റിളക്കോ ക്ഷീണോ എന്തുണ്ടെങ്കിലും അവർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് വിളിച്ചാൽ ഞാൻ പോയി മരുന്ന് വാങ്ങിച്ച് എൻ്റെ വീടിൻ്റെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ ഒന്ന് മേടിക്കാം, ഈ ഫാമേ ഒന്ന് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊരു മടി ആരും വിചാരിക്കണ്ട. എൻ്റെ നിന്ന് കാശ് തന്ന് വാങ്ങിച്ചൊരു ജീവൻ അല്ലെങ്കിൽ ഒരു കുട്ടികൾ ഏതായാലും പാടായാലും പോത്തുകുട്ടികൾ നല്ല ഉഷാറോട് കൂടി ഓരോ വീടുകളിൽ ഉണ്ടാവുന്നതാണ് എനിക്ക് സന്തോഷം അത് കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. ഇപ്പം ഞാനിവിടെ 120 വലിയ പോത്തുകളുണ്ട്. ഇപ്പോൾ ചെറിയ പോത്തുകുട്ടികളുടെ ലോഡ് ഇടയ്ക്ക് വരുന്നുണ്ട്. 10-30 ആടുംകുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ പോത്തും കുട്ടികളൊക്കെ പാടത്തൊക്കെ പോകുമ്പോൾ ചെറിയ മുറിവൊക്കെ ഉണ്ടാവും കാലുമേ. അപ്പോൾ ഇവർ ചില്ല് കൊള്ളും, അത് വല്ലപ്പോഴൊക്കെ ഓരോ മുറിവ് കാണും വേലിയിൽ അവിടെ നിന്നൊക്കെ. അതൊക്കെ ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഒരു പൊടി കിട്ടും അല്ലെങ്കിൽ ഒരു സ്പ്രേ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരും. പിന്നെ ടോണിക്ക് എപ്പോഴും ഞാൻ പോയിട്ട് ടോണിക്ക് അവിടെ സ്റ്റോക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടോണിക്ക് മേടിച്ച് ഇവിടെ വെക്കും. പിന്നെ ഞാൻ വാങ്ങിച്ചവർക്ക് ഇടയ്ക്ക് ഓരോ ടോണിക്കൊക്കെ കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ചെറിയൊരു അസുഖമായാലും പോയി വിവരമെങ്കിലും പറഞ്ഞ് അവരെ നന്നായി നോക്കുക. പിന്നെ അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്രയും പോത്തുകുട്ടികൾ ഇറക്കിയിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ എത്ര നാൾ മുന്നിൽ ലോഡ് ഇറക്കിയിട്ട് ഞാനൊരു 10-60 എണ്ണം ഞാൻ 2 ആഴ്ചയോളം എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ വിറ്റത്. പിന്നെ ഇപ്പോൾ ഈ 3 ലോഡ് അടുപ്പിച്ച് വന്നു. അതിൽ കുറച്ചെണ്ണം ഒരു കുട്ടി, അതിലൊരു കുട്ടി ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞ് ഈ 180 ഒരു കുട്ടീനെ തിരഞ്ഞ് എല്ലാവരും മാറ്റി നിർത്തി. നല്ല ക്ഷീണമാണ്, അത് വയ്യ, അത് ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് എൻ്റെ കയ്യിൽ ഏറ്റവും മിടുക്കൻ കുട്ടിയായിട്ട് ഞാൻ നന്നായി നോക്കിയിട്ട് അത് ഏറ്റവും നല്ല മിടുക്കൻ കുട്ടിയായിട്ട് അതിന് ഞാനിപ്പോൾ വളർത്തിയെടുത്തേക്കാണ്. അതിന് ഞാൻ വിര ഗുളിക കൊടുത്തത് പുല്ല് ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ടത്. നല്ല മിടുക്കൻ കുട്ടിയായിട്ട് എല്ലാവരും തിരഞ്ഞ് മാറ്റി നിർത്തിയ കുട്ടി. ഇത് നല്ല മിടുക്കൻ കുട്ടിയായിട്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെല്ലാവരും വേണ്ടാന്ന് പറഞ്ഞു, ഉയരം കുറഞ്ഞു, വണ്ണം കുറഞ്ഞു, ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയൊരു കുട്ടിയാണ് കഴിഞ്ഞ മാസം വന്ന ലോഡിൽ. അപ്പോൾ അതിന് ഞാൻ നന്നാക്കിയപ്പോൾ തുള്ളിച്ചാടി വലിയ പോത്തും കുട്ടികളുടെ ഇടയിലൊക്കെ അത് ഓടിച്ചാടിയാണ് നടക്കണം. പുല്ലിലും ഈ വലിയ പുല്ലിലൊക്കെ അത് ഇവരെ കൂടെ പോവും. അപ്പോൾ ഏറ്റവും നല്ല ഉഷാറ് കുട്ടിയായിട്ട് അത് വന്നേക്കണം. അപ്പം നമ്മൾ വളർത്തണ പോലെ ഇരിക്കും, എല്ലാ കാര്യം നമ്മൾ നോക്കണ പോലെ ഇരിക്കും. നമുക്ക് ഇവർക്ക് ഇപ്പം അത്ര വലിയ കെയറിങ്ങൊന്നും കൊടുക്കണ്ട. എന്നാലും ചില അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് കാണിക്കുക തന്നെ വേണം. ഞങ്ങൾ വെള്ളം കയറിയപ്പോൾ കണ്ട പോത്തുകുട്ടികൾ തന്നെ കണ്ടുപിടിച്ച സ്ഥലം തന്നെയത്. അവരിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോയപ്പം ഞങ്ങൾ പിന്നാലെ ഇങ്ങനെ പോയി വേറെ സ്ഥലത്തേക്ക് പാടത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെയൊക്കെ വെള്ളമായിരുന്നു. അങ്ങനെ ഇവിടെ ഒട്ടും വെള്ളമില്ല. വെള്ളം കയറിയ സമയത്ത് അവർ നടന്ന് പോയി. പകുതി എണ്ണത്തിനെ കാണാനില്ല, അതാണ് സത്യം. പകുതി എണ്ണത്തിനെ കാണാനില്ല. 19 എണ്ണത്തിനെ കാണാണ്ട് ഞാൻ ടെൻഷൻ അടിച്ച് ഓടിപ്പോയി. ബാക്കിയൊക്കെ വേറെ സ്ഥലത്ത് നിർത്തിയേക്കായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു 19 എണ്ണം കാണാനില്ല. ഞങ്ങൾ പേടിച്ച് അന്വേഷിച്ചല്ല, ഞാനൊക്കെ ഓടി, എല്ലാവരും ഓടി അന്വേഷിച്ച് നോക്കിയപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് ഈ സ്ഥലത്ത് നിൽക്കുന്നു 19 എണ്ണം. അങ്ങനെ പിന്നെ ആ സ്ഥലത്താണ് ഞങ്ങളെല്ലാ പോത്തുകളും. ഇവിടെ ഇഷ്ടം പോലെ പുല്ല്, അറ്റം വരെ വെള്ളം കയറാത്ത സ്ഥലമാണ്, ഇഷ്ടം പോലെ പുല്ലുണ്ട്. ഇപ്പോൾ ദിവസവും ഞങ്ങൾ അത് ഉള്ളിൽ കൂടെ പോയിട്ടൊരു സ്ഥലമായിരുന്നു, പോത്തുകൾ കണ്ടുപിടിച്ച സ്ഥലമാണത്. അപ്പോൾ അവരങ്ങനെ അവിടെ കൊണ്ട് ദിവസം പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ പരിപാടി ആ വയറ് നിറഞ്ഞ്
2 മണിയോട് കൂടി വരെ വയറ് നിറയും. കാലത്ത് നേരത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞതേ ഫാമിലൊരു 10 കുളമുണ്ട്. പിന്നെ അങ്ങോട്ട് നീരാട്ടാണ് ഇവരുടെ. പിന്നെ ഇവർ ഇവിടുന്ന് പാടത്തുനിന്ന് ഈ പുല്ലൊക്കെ തിന്ന് കഴിഞ്ഞാൽ നേരെ കുളത്തേക്ക് കയറും. ഇവർ തന്നെ കയറും. അത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കുളത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കയറി കഴിഞ്ഞ് നമ്മൾ പിടിച്ച് കെട്ടുള്ളൂ. അപ്പോൾ ഈ 1-2 മണിക്കൂർ, ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ അവിടെ ഉണ്ടാവും കുളത്തിൽ. 10 കുളമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ ഫാമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവർ പാടത്ത് പുല്ല് തിന്ന് നേരെ കുളത്തിലിറങ്ങി പിന്നെ പാടത്തേക്ക് പോവും. ചില ദിവസം നേരം ഉണ്ടെങ്കിൽ പോവും, അതല്ലെങ്കിൽ വീണ്ടും കുളത്തിൽ തന്നെ കിടക്കും. പിന്നെ പിടിച്ച് കെട്ടും. നമ്മളങ്ങനെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി അവർ തന്നെത്താൻ നടന്നാടെ ഇറങ്ങി പോവും. നമ്മളടുത്തുണ്ടെങ്കിൽ 2-3 മണിക്കൂർ അവർ കുളത്തേക്ക് എടുക്കും. അടുത്തില്ലെങ്കിൽ ഏതൊക്കെ വഴിക്ക് പോകാമെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പം ഇവരിങ്ങനെ പാടത്ത് കഴിഞ്ഞ് നേരെ കുളത്തിലേക്ക് ഇറങ്ങണത് കാരണം ഇവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇതുവരെ വന്നിട്ട് ആകെ കൂടി വരണത് ഇവർക്ക് ആകെ ചെറിയ മുറിവ് വേലിരുത് കൊണ്ട് അല്ലെങ്കിൽ വെള്ളച്ചില്ല് കൊണ്ട് അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഉണ്ടാവാറ്. അല്ലാണ്ട് ഇവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ കുട്ടികൾക്കാണ് ഇപ്പോൾ കൊണ്ടുപോയവർ പറഞ്ഞത്, ഞാൻ ഡോക്ടറിനെ കാണിക്കലും പിന്നെ വിരകുളിക്ക് പോലും ടോണിക്ക് മേടിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. വേറെ അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കൊണ്ടുപോയവരും പറഞ്ഞ ക്ഷീണമാണ് മെയിൻ കാരണം പറയണം. അതിനൊക്കെ നമ്മളൊരു ടോണിക്കൊക്കെ വാങ്ങിച്ച് പരമാവധി ആൾക്കാർക്കുള്ളതൊക്കെ ഞാൻ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ.